പ്രിയപ്പെട്ടവരെ, ഞാൻ ഔഷാദ് അപ്പോട്ടക്. വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം പങ്കുവെക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാലോ, മിഡിൽ ഈസ്റ്റും ചിലപ്പോൾ നാട്ടിലൊക്കെ സമ്മർ ക്യാമ്പുകൾ നമ്മുടെ സ്കൂളൊക്കെ അടക്കുന്ന സമയത്ത് പല മാനേജ്മെൻറ്റുകളും സമ്മർ ക്യാമ്പ് സംഘടിപ്പിക്കാറുണ്ട്. സമ്മർ ക്യാമ്പിൽ മെയിനായിട്ട് കുട്ടികൾ കരാട്ടെ പഠിക്കുക, സ്വിമ്മിങ്, അതുപോലെ പല സ്പോർട്സ് ആക്ടിവിറ്റീസ്, അങ്ങനെയുള്ള സമ്മർ ക്യാമ്പുകളായിരിക്കും നമ്മുടെ മക്കളൊക്കെ കൂടുതലും പോകാറ്. പക്ഷെ വളരെ വ്യത്യസ്തമായ ഒരു സമ്മർ ക്യാമ്പിൽ എനിക്ക് ഈ അടുത്ത കാലത്ത് പങ്കെടുക്കാൻ ഭാഗ്യമുണ്ടായി. മറ്റൊന്നുമല്ല, ദുബായ് റാഷിദയിലുള്ള മർക്കസ് ജഹറ എന്ന ഒരു മതപഠനശാലയായിരുന്നു അത്. അത്തരം സമ്മർ ക്യാമ്പുകൾ മോശമാണ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇവിടെ എനിക്ക് വളരെ വ്യത്യസ്തമായി തോന്നിയത്, ഒരു പറ്റം ചെറിയ കുട്ടികൾ ഇരുന്നിട്ട് അവരവരുടെ മതത്തെക്കുറിച്ച് പഠിക്കുന്നു, മതഗ്രന്ഥങ്ങളെക്കുറിച്ച് പഠിക്കുന്നു, പ്രവാചക ചര്യയെക്കുറിച്ച് പഠിക്കുന്നു. ഞാൻ വളരെ ശക്തമായിട്ട് നിങ്ങളോട് പറയാണ്, ഏത് മതത്തിലുള്ള ആളുകളാണ് നിങ്ങൾ നിങ്ങളുടെ മതത്തെ ഡീപ്പായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഒരു വൃത്തികെട്ട മനുഷ്യനാവാനോ, നിങ്ങൾക്കൊരിക്കലും ഒരു തീവ്രവാദിയോ ഭീകരവാദിയോ ആവാൻ കഴിയില്ല. നിങ്ങൾക്ക് അന്യമതസ്ഥരെ വെറുക്കാൻ കഴിയില്ല. ഞാൻ ഈ ഒരു സ്ഥാപനത്തിൽ കണ്ടത്, ഒരു പറ്റം ചെറുപ്പക്കാർ, ഒരു പറ്റം അധ്യാപകർ, അവർ സമൂഹത്തിൽ എങ്ങനെയൊക്കെ നന്മ വർദ്ധിപ്പിക്കാമെന്ന് ഗവേഷണം നടത്തുന്ന പോലെ എനിക്ക് തോന്നിയത്. അങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസുകളാണ് അവർ ഈ സമ്മർ ക്യാമ്പിലൂടെ അവിടെ നടത്തിക്കൊണ്ടുവന്നത്. എങ്ങനെ ഈ കുട്ടികളെ ചെറുപ്പം മുതൽ നല്ല മക്കളായിട്ട് വളർത്താൻ എന്നതിനെക്കുറിച്ച് റിസർച്ച് നടത്തുന്ന പോലെ എനിക്ക് തോന്നി. ഇത്രയും മോട്ടിവേഷനാണ് അവർ പല കാര്യങ്ങൾ, ചെറിയൊരു നന്മ അവരിൽ കണ്ടാൽ അത്രയും നല്ല മോട്ടിവേഷനാണ് അവർ കൊടുക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ ഒരു കാലത്ത് SSLC പരാജയപ്പെട്ട ആളുകൾ മാത്രമായിരുന്നു മതപഠനങ്ങളിലേക്ക് പോയിരുന്നത്, പ്രത്യേകിച്ച് എൻ്റെ നാടുകളിലൊക്കെ. അങ്ങനെയുള്ള കാലം മാറി. ഇപ്പോൾ ഞാൻ ഇവിടെ കണ്ടു, കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് നേടിയ ഒരു ഉസ്താദിനെ ഞാൻ അവിടെ പരിചയപ്പെടുകയുണ്ടായി. അത്രത്തോളം ആത്മീയവും ബൗദ്ധികവുമായ വിദ്യാഭ്യാസം നേടിയ ഫാക്കൽറ്റീസാണ് അവിടെ ഉണ്ടായിരുന്നത്. എനിക്ക് വളരെ സന്തോഷം തോന്നി. സത്യം പറഞ്ഞാൽ ഒരുപാട് നല്ല മനുഷ്യരുടെ സഹായ സഹകരണത്തോടു കൂടിയാണ് ആ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ആ സ്ഥാപനം, ഞാൻ മനസ്സിലാക്കുന്ന ഒരുപാട് നാഷണാലിറ്റികൾ അവിടെ പഠിക്കുന്നുണ്ട്. ഇനിയും ആ സ്ഥാപനം വളരെ നല്ല രീതിയിൽ, വളരെ നല്ല ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. സമ്പാദ്യം നിന്നെ കാക്കും.